ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹണിബി കുക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിവിടെ ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തതാണ് ഇത്. കൂന്തലിൻ്റെ തലഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് തന്നെ മാറ്റി വയ്ക്കാം. കുഞ്ഞു പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം. അത് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വഴഞ്ഞു വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അതുപോലെ ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതൊന്ന് വഴഞ്ഞു വന്നാൽ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇതൊന്ന് വഴഞ്ഞു വന്നാൽ നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാല പൊടിയും പെപ്പറും ഇതിലേക്ക് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എരിവിന് വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കൂന്തൽ തല മുറിച്ച് വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു മിക്സ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റാണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതിലേക്കൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറച്ചു കൊടുക്കാം. ഓരോ കൂന്തലും ഇതുപോലെ എടുത്ത് അതിനുള്ളിലേക്ക് ഇതുപോലെ നമുക്ക് നിറച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാല ഇതിലേക്ക് നിറച്ചു കൊടുത്ത് ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ലോക്കാക്കി എടുക്കണം. മസാല കൂടുതലായിട്ട് നിറച്ചു കൊടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുപോലെ ഞങ്ങൾ കൂന്തൽ എന്നാണ് പറയാറ്. നിങ്ങൾക്ക് എന്താണ് പറയാൻ കമൻറ്റ് ഇടുക. ഇവിടെ ഇപ്പോൾ എല്ലാ കൂന്തലും ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. കൊടുത്ത് അതിലേക്ക് ഒരു ഓയിലൊന്ന് അല്ലെങ്കിൽ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒന്ന് സ്റ്റീമാക്കി എടുക്കുമ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അത് അങ്ങനെ പൊട്ടിത്തെറിക്കില്ല. പിന്നെ അതൊരു നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കധികം ഡീപ്പ് ഫ്രൈ ആക്കുകയും ചെയ്യണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ കൂന്തലെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. സ്റ്റീം ചെയ്ത് എടുത്തതാണ് ഇത്. ഇനി നമുക്ക് ഒരു പണിയും കൂടിയുണ്ട്. കുറച്ച് ചില്ലി പൗഡറും അതുപോലെ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ ഇതിലേക്ക് ഞാൻ പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പിഞ്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഓരോ കൂന്തലും ചൂടാറിയതിന് ശേഷം ഈ മിക്സിലൊന്ന് മുക്കി ഒന്ന് പുരട്ടിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം.
നിറച്ചതും ഇതുപോലെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും. അപ്പോൾ അത് ആവശ്യമില്ലാത്തവരത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ശാലോ ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ശാലോ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കണം.